ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓഗസ്റ്റ് മാസമാണ്. ഓഗസ്റ്റ് മാസം ലോർഡ് ശിവ ഭഗവാന്റെ ബ്ലെസ്സിങ്സ് നിറഞ്ഞ മാസമാണ്. ആൻഡ് ലോർഡ് ശിവ ബ്ലെസ്സിങ്സ് എന്താണ് ഈ ഒരു മാസത്തിൽ വരുന്നത് അക്കോർഡിംഗ് ടു ദ ടാരോ എന്ന ചാനലിൽ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. ഇവിടെ നോക്കാൻ പോകുന്നത് എന്ത് ഹീലിംഗ് ആണ് പ്രേക്ഷകരുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അനുഭവിക്കുന്ന പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിനെ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്കും പുതിയ റിലേഷൻഷിപ്പ് ലൈഫിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്കും എല്ലാവർക്കും അവരുടെ റിലേഷൻഷിപ്പ് സൈഡിൽ വന്ന ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകളിൽ എങ്ങനെയാണ് ഹീലിംഗ് ഈ ഒരു മാസം ഓഗസ്റ്റ് മാസത്തിൽ നടക്കാൻ പോകുന്നത് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ട് ഗ്രൂപ്പാണുള്ളത്. പ്രേക്ഷകർക്ക് വീഡിയോയിൽ കാണാം, ബ്ലാക്ക് ടോർമലിൻ ക്രിസ്റ്റൽ വെച്ചിട്ടുണ്ട് ആൻഡ് സിട്രീൻ വെച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് 1 ബ്ലാക്ക് ടോർമലിൻ ആണ്, ഗ്രൂപ്പ് 2 സിട്രീൻ ആണ്. പ്രേക്ഷകർ കണ്ണടയ്ക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുക, സ്പെസിഫിക് പേഴ്സണിനെ ആലോചിക്കുക ആൻഡ് ദെൻ ചൂസ് 1 പൈൽ, ഒറ്റ പൈൽ ചൂസ് ചെയ്യുക. സോ ദാറ്റ് വരുന്ന മെസ്സേജസ് ഇത്രയും കൂടി ക്ലിയർ ആയിരിക്കും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് 1. ഹലോ ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് ബ്ലാക്ക് ടോർമലിൻ ക്രിസ്റ്റലാണ്. എങ്ങനെയാണ് ഓഗസ്റ്റ് മാസത്തിൽ പ്രേക്ഷകരുടെ റിലേഷൻഷിപ്പ് ഹീലാകുന്നത്? ഓക്കെ, സോ റിലേഷൻഷിപ്പ് ഹീലാകുന്നതെന്ന് പറയാൻ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണുമായിട്ട് ഹീലാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ, പ്രേക്ഷകരുടെ മനസ്സിൽ റിലേഷൻഷിപ്പിൽ എന്ത് ഇഷ്യൂസ് ആണോ കിട്ടിയിരിക്കുന്നത് ആ ഇഷ്യൂസ് ഹീൽ ആകുന്നതാണ്. ഓക്കെ, സോ പ്രേക്ഷകരുടെ ഡിവൈൻ സ്പിരിറ്റ് ഗൈഡ്സ് ആൻഡ് ഏഞ്ചൽസ് നിങ്ങളെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിക്കും. എവിടെ? സെൽഫ് വർത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, അതൊരു ചോദ്യം ചിഹ്നമാകാം. ഓക്കെ, ചില ആൾക്കാർ നിങ്ങളെ ബുലി ചെയ്യുന്നതാകാം, കളിയാക്കുന്നതാകാം, ചിലയിടത്ത് നിങ്ങൾക്ക് ഒരു പൊസിഷൻ ലഭിക്കുന്നതാകാം. ഓക്കെ, ഒരു ലീഡർഷിപ്പ് പൊസിഷൻ ആയിരിക്കാം, എവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് കാട്ടിക്കൊടുക്കേണ്ടി വരുന്നത്. ഓക്കെ, പല ആൾക്കാരുടെ മുമ്പിൽ. ഓർ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എത്ര നല്ലതാണ്, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണയെ മാറ്റാനുള്ള ഒരു അവസരം പ്രേക്ഷകർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, സോ ഇവിടെ പ്രേക്ഷകർ ആ അവസരത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു അതിനനുസരിച്ചായിരിക്കും ഹീലിംഗ് നടക്കുന്നത്. വിച്ച് ഐ ഫീൽ നിങ്ങൾ ആ പൊസിഷൻ, ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കുന്നതാണ്. ഓക്കെ, പ്രേക്ഷകർ ആ ഓപ്പർച്യൂണിറ്റി എടുക്കുന്നതാണ്. വളരെ ബോൾഡായിട്ട് തന്നെ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഈ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്, മനസ്സിലാക്കിയിട്ടിരിക്കുക. എപ്പോൾ ആ സിറ്റുവേഷൻ ലഭിക്കുന്നത്, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, റിലേറ്റീവ്സിൻ്റെ മുമ്പിലായിക്കോട്ടെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ മുമ്പിലായിക്കോട്ടെ, ആ ഒരു സിറ്റുവേഷനെ അംഗീകരിക്കുക ആൻഡ് നന്നായി ആലോചിച്ച് വളരെ എലിഗൻ്റ്ലി, ഓക്കെ, ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ എന്ത് പ്രശ്നമാണോ അതിനെ സോൾവ് ചെയ്യുക. 3 of Wands ആണ് വന്നിരിക്കുന്നത്. പ്രേക്ഷകരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാകും. ഓക്കെ, പക്ഷേ അവർ അടുത്ത് നിൽക്കില്ല. ഓക്കെ, ലൈക്ക് ദൂരെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം, നിങ്ങൾക്ക് അഡ്വൈസസ് തരുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഫിസിക്കൽ സപ്പോർട്ട് ലൈക്ക് മെറ്റീരിയൽസ് തരുന്നു, അല്ലെങ്കിൽ പണം തരുന്നു, ഓർ യുനോ ചിലപ്പോൾ ബിസിനസ്സിലായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, ഹെൽത്ത് വൈസ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് കൊണ്ടു തരുന്ന ആൾക്കാരുണ്ട്, പക്ഷെ നിങ്ങൾക്കൊപ്പം അവർ നിൽക്കില്ല. ഓക്കെ, മറഞ്ഞു നിൽക്കുന്ന ആൾക്കാരായിരിക്കും, ബട്ട് നിങ്ങളെ എല്ലാ രീതിയിലും അവർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആ ഒരു സിറ്റുവേഷനിലും നിങ്ങൾ ഒറ്റപ്പെട്ട സിറ്റുവേഷൻ ആയിരിക്കും, എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല താനും. ഓക്കെ, സോ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട്, പക്ഷെ സീക്രട്ട് ആയിട്ടുള്ള സപ്പോർട്ടാണ്. ആൻഡ് മുമ്പിൽ, എല്ലാവരുടെ മുമ്പിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കാം. ഓക്കെ, പക്ഷെ ഈ ഓപ്പർച്യൂണിറ്റി വളരെ നല്ല സക്സസ് റേറ്റ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നതാണ്. കാരണം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എതിരാളി, എനിമീസ്, അവർക്ക് തോന്നുന്നത് നിങ്ങൾ ഒറ്റയ്ക്കാണ് ആൻഡ് നിങ്ങളുടെ കയ്യിൽ ഒരു റിസോഴ്സസും ഇല്ല, നിങ്ങൾക്ക് ഒരു സപ്പോർട്ടില്ല, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അറിയില്ല, എങ്ങനെ ചെയ്യണം എന്നറിയില്ല. ഓക്കെ, നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, പക്ഷേ
നിങ്ങളുടെ റിസോഴ്സസ് നിങ്ങൾ ആരെയും അറിയിക്കാതെ യൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ചെയ്യാനും കൂടിയാണ് പറയുന്നത്. ആൻഡ് ഇതിലൂടെ നിങ്ങൾക്ക് ഹീലിംഗ് ഉണ്ടാകും. ബിക്കോസ് ഈ ഹീലിംഗിൽ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകുകയാണ്. ഓക്കെ, സോ എവിടെ മൈറ്റ് ബി മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത്, പക്ഷേ ആൾ ഹെൽപ്പ് ചെയ്യില്ല. യെറ്റ് നിങ്ങൾക്ക് മറ്റ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. ആൻഡ് ആ സപ്പോർട്ടിൽ നിങ്ങൾ മുന്നോട്ട് വരുന്നതാണ്. ആൻഡ് അത് വളരെ ഷോക്കിംഗ് റെവലേഷൻ ആയിരിക്കും നിങ്ങളുടെ പാർട്ട്ണറിന്. ഓക്കെ, അത് റിലേഷൻഷിപ്പാണ് ഞാൻ കൂടുതലും ഇവിടെ നോക്കുന്നത്, ബട്ട് ഇറ്റ് ക്യാൻ ബി കരിയർ ആസ് വെൽ. ഓക്കെ, സോ റിലേഷൻഷിപ്പ് ക്യാൻ ബി എനിത്തിങ്. പ്രേക്ഷകർ ഏത് റിലേഷൻഷിപ്പാണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ആ റിലേഷൻഷിപ്പാണ് ഇവിടെ വരുന്നത്. മജീഷ്യൻ കാർഡ് ആണ്. പ്രേക്ഷകരുടെ മാനിഫെസ്റ്റേഷൻ ടെക്നീക്സ് വളരെ ബ്രില്യൻ്റ് ആണ്. മാനിഫെസ്റ്റേഷൻ ടെക്നീക്സ് യൂസ് ചെയ്ത് പ്രേക്ഷകർക്ക് ഹീലിംഗ് നടക്കുന്നതാണ്. സോ ഗോ ഫോർ ആൻ ഓപ്പോസിറ്റ് റൺ. പ്രേക്ഷകർക്കിപ്പോൾ സപ്പോസ് ഒരു 10,000 റുപ്പീസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ പ്രേക്ഷകർ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് 10,000 റുപ്പീസ് അല്ല. പക്ഷേ പ്രേക്ഷകർ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ജോലി, എവിടെ പ്രേക്ഷകർ ഒരിക്കലും ടയേർഡ് ആവില്ല, പ്രേക്ഷകർക്ക് മനസ്സ് മടുക്കില്ല ആ ഒരു ജോലി ചെയ്യാൻ. ഓക്കെ, സോ മനസ്സിൽ പ്രേക്ഷകർക്കറിയാം ദാറ്റ് എനിക്ക് ഇത്രയും രൂപ വേണം, പക്ഷേ പ്രേക്ഷകർ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ടോട്ടലി ഓപ്പോസിറ്റ് കാര്യമായിരിക്കും. ഒരു ജോലി ഇത്ര രൂപയുടെ എന്നുപോലും നിങ്ങൾ ആ ഒരു ഇൻറ്റൻഷൻ വെക്കില്ല. നിങ്ങൾ ഇൻറ്റൻഷൻ വെക്കാൻ പോകുന്നത് ദാറ്റ് എനിക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എനിക്ക് സന്തോഷം തരുന്ന ഒരു ജോലിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ മാനിഫെസ്റ്റേഷൻ. ഓപ്പോസിറ്റ് ഇഫക്റ്റ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു ജോലി ലഭിക്കുമ്പോൾ നിങ്ങളുടെ 10,000 റുപ്പീസും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ലഭിക്കും. ഇത് എക്സാമ്പിളാണ്. സോ റിലേഷൻഷിപ്പിലും നിങ്ങൾ അത് തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങളൊരു പാർട്ട്ണറുമായിട്ട്, ഒരു സ്പെസിഫിക് പാർട്ട്ണറുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റ് വേ ആണ് നോക്കേണ്ടത്. നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് ആ പാർട്ട്ണറുമായിട്ടല്ല, ബട്ട് നിങ്ങൾക്ക് വന്ന ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ തെറ്റുകൾ എവിടെയാണോ അത് ഹീൽ ചെയ്യാൻ തുടങ്ങുക. ആൻഡ് അതൊരു ഓപ്പോസിറ്റ് ഇഫക്റ്റാണ് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നൽകാൻ പോകുന്നത്. 8 ഓഫ് വൺസ് ആണ് വന്നത്. ചില പ്രേക്ഷകർക്ക് ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ദാറ്റ് ഈസ്, നിങ്ങൾ ഒരാൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏറെ സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് ബി ക്വിക്ക്. ഓക്കെ, റിപ്ലൈ ഒരു 1 to 2 hours റിപ്ലൈ കൊടുക്കൂ. ബിക്കോസ് അവിടെയും നിങ്ങൾക്ക് ഹീലിംഗ് നടക്കുന്നുണ്ട്. എവിടെയോ ത്രോട്ട് ചക്ര ഹീലിംഗും കൂടി ഈ റിലേഷൻഷിപ്പ് ഹീലിംഗിൽ വരുന്നുണ്ട്. ഓക്കെ, സോ ബേസിക്കലി എനിക്കിവിടെ ഗ്രൗണ്ടിങ് ആണ് കാണുന്നത്. ഹാർട്ട് ചക്ര ഹീലിംഗ്, ത്രോട്ട് ചക്ര ഹീലിംഗ് ആണ്. സോ ഏറെ പ്രേക്ഷകർ ഹാർട്ട് ചക്ര ഹീലിംഗ് ആൻഡ് ത്രോട്ട് ചക്ര ഹീലിംഗ് ചെയ്യേണ്ടതാണ്. യം ആൻഡ് ഹം ഈ 2 മന്ത്ര ചൊല്ലുക. പ്ലസ് ഗ്രാസിൻ്റെ മേളിൽ വെറും ദാറ്റ് ഈസ് ചെരുപ്പില്ലാതെ നടക്കുക. ഓക്കെ, അത് നിങ്ങളുടെ ഗ്രൗണ്ടിങ്, ദാറ്റ് ഈസ് നിങ്ങളുടെ എനർജി ഗ്രൗണ്ട് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, മൂൺ എനർജി കാണിക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് ഇൻറ്റ്യൂഷൻ വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും ഫുൾ മൂൺ ദിവസങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഫുൾ മൂൺ സമയത്ത് പ്രേക്ഷകർ ഏറെ ഇൻറ്റൻഷൻ വെക്കുന്നുണ്ടാകാം. സോ ഇൻറ്റൻഷൻ ക്ലിയർലി ഹീലിംഗിന് വേണ്ടി ഉപയോഗിക്കുക ഈ ഒരു മാസം. ബിക്കോസ് എത്ര ഇൻറ്റൻഷൻ ഹീലിംഗിന് വേണ്ടി കൊടുക്കുന്നോ അത്രയും പ്രേക്ഷകരുടെ ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്, സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ. ഓക്കെ, ബോത്ത് ഗ്രോത്ത് നല്ല രീതിയിൽ ഉണ്ടാകുന്നതാണ്. ആൻഡ് അതിലൂടെ തന്നെ പ്രേക്ഷകരുടെ ഹീലിംഗ്, ഓവറോൾ ഹാർട്ട് ചക്ര ഹീലിംഗ് ആൻഡ് സേക്രൽ ചക്ര ഹീലിംഗ് ആണ് നടക്കാൻ പോകുന്നത്. സോ അഗെയിൻ പ്രേക്ഷകർക്ക് സ്റ്റാർ കാർഡ് ആണ് വന്നത്. ചില പ്രേക്ഷകർക്ക് റിക്കഗ്നിഷൻ ലഭിക്കുന്നതാണ്. ദാറ്റ് ഈസ്, നിങ്ങൾ എത്ര എഫേർട്ട് ഒരു റിലേഷൻഷിപ്പിൽ എടുത്തോ അത്രയും എഫേർട്ട്, ദാറ്റ് ഈസ് യെസ്, നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരി സാക്രിഫൈസസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ നന്മ ആൾക്കാർ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനെ പുകഴ്ത്തി പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. 2 ഓഫ് കപ്സ് ആണ് വന്നത്. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നടക്കാനുള്ള സാധ്യത ഈ ഓഗസ്റ്റ് മന്തിലുണ്ട്, പെർട്ടിക്കുലർലി ലാസ്റ്റ് വീക്ക്. ഓക്കെ, സോ വൈ ലാസ്റ്റ് വീക്ക്? ബിക്കോസ് നിങ്ങൾ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബൈ ലാസ്റ്റ് വീക്ക് നിങ്ങൾക്ക് ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതാണ്. ജഡ്ജ്മെൻറ്റ് കാർഡാണ്.
ഫെയർ ആൻഡ് സ്ക്വയർ കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. ഓക്കെ, സോ പ്രേക്ഷകർക്ക് വിജയം ഉണ്ടാകും എന്നതല്ല, പ്രേക്ഷകരുടെ തെറ്റുകളും മുന്നിൽ വരുന്നതാണ്, പാർട്ട്ണറുടെ തെറ്റുകളും മുന്നിൽ വരുന്നതാണ്, നിങ്ങൾ രണ്ടുപേരുടെ നന്മകളും മുന്നിൽ വരുന്നതാണ്. ആൻഡ് പ്രേക്ഷകരോട് പറയുന്നത്, പ്രേക്ഷകർ ആസ് വെൽ ആസ് നിങ്ങളുടെ പാർട്ട്ണർ ഓപ്പൺ മൈൻഡോടെ രണ്ടുപേരുടെ കാര്യങ്ങൾ അംഗീകരിക്കുക എന്നതാണ്. ഓക്കെ, സോ ഈ ഒരു മാസത്തെ അഫർമേഷൻസ് എന്താണെന്ന് നോക്കാം. സോ ഈ മാസത്തെ അഫർമേഷൻ ആണ്, ഐ മേക്ക് ഡിസിഷൻസ് ഫ്രം എ പ്ലേസ് ഓഫ് ഇൻറ്റ്യൂഷൻ ആൻഡ് പവർ. ഞാൻ ഇൻറ്റ്യൂഷൻ ഉപയോഗിച്ചും ആൻഡ് എൻ്റെ മനസ്സിലെ ശക്തി ഉപയോഗിച്ചാണ് ഡിസിഷൻസ് എടുക്കുന്നത്. സെക്കൻഡ് അഫർമേഷൻ ആണ്, ഐ അലൗ പീപ്പിൾ ടു വിറ്റ്നസ് their behavior so I can help them move beyond it. പ്രേക്ഷകരുടെ മുമ്പിൽ പല അനുഭവങ്ങൾ വരുന്നതാണ്. ഈ അനുഭവങ്ങളിൽ പല ആൾക്കാർ അവരുടെ ആക്ച്വൽ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നതാണ്. പ്രേക്ഷകർ ആകെ ചെയ്യേണ്ടത് അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നതാണ്, തിരുത്താൻ പോകാതിരിക്കുക. ബിക്കോസ് പ്രേക്ഷകർ തിരുത്താൻ പോകുമ്പോൾ അത് ഒരു ഗുണവും ചെയ്യില്ല. അതേസമയത്ത് പ്രേക്ഷകർ അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ ആൾക്കാർക്ക് തന്നെ മനസ്സിലാവും അവരുടെ തെറ്റ് എവിടെയാണ്. ഓക്കെ, സോ ഇതൊരു തരം അഡ്വൈസാണ് പ്രേക്ഷകർക്ക്. സോ ഓൺലി വൺ അഫർമേഷൻ യു ഹാവ്, ദാറ്റ് നിങ്ങൾ നിങ്ങളുടെ ഡിസിഷൻ ഇൻറ്റ്യൂഷൻ ബേസ്ഡ് ആണ് എടുക്കുന്നത്. സോ ഇൻറ്റ്യൂഷൻ വളർത്തുക. ആൻഡ് മൂൺ കാർഡ് ഓൾറെഡി നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് പവർ കാണിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഫുൾ മൂൺ സമയത്ത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ ഹൈ ആയിരിക്കും. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക, ഒരു ബുക്കിൽ എഴുതുക എന്താണ് ഇൻറ്റ്യൂഷൻ ഗൈഡ് ചെയ്തത്. ഓക്കെ, ആൻഡ് അതിനെ ഹോൾ മന്ത് ആ ഒരു ഇൻറ്റ്യൂട്ടീവ് ലെവലിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. സോ ഗൈസ്, ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഐ റിയലി ഹോപ്പ് പ്രേക്ഷകരുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഹീലാകട്ടെ ആൻഡ് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം വളരെ സ്ട്രോങ് ആകട്ടെ. ഇഫ് ഇറ്റ് ഈസ് വാല്യുബിൾ, ഓക്കെ, വാല്യുബിൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് സ്ട്രോങ് ആകട്ടെ. വാല്യുബിൾ റിലേഷൻഷിപ്പ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണർ തന്നെ നിങ്ങളുടെ ലൈഫിൽ ലഭിക്കട്ടെ. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സിന് വേണ്ടിയിട്ടുള്ള നമ്പർ, ആൻസിയോസ് ടീമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പുതിയ കളക്ഷൻ്റെ വീഡിയോ, ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സിൻ്റെ വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് ടു ചൂസ് ചെയ്തത് സിട്രീൻ ക്രിസ്റ്റൽ ആണ്. സോ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പ്രേക്ഷകരുടെ റിലേഷൻഷിപ്പ് ഹീലിംഗ് നടക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു മാസം. സോ പ്രേക്ഷകർക്ക് കിട്ടിയിരിക്കുന്നത് 8 ഓഫ് സ്വോർഡ്സ്, പേജ് ഓഫ് കപ്സ് ആണ്. പ്രേക്ഷകരുടെ റിലേഷൻഷിപ്പിൽ പലപ്പോഴും ട്രാപ്പായിട്ടാണ് പ്രേക്ഷകർക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് നിങ്ങൾ വളരെ ട്രാപ്ഡ് ആണ്. ഐദർ നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിലല്ല നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നത്. മൈറ്റ് ബി ബിക്കോസ് ഓഫ് മറ്റാൾക്കാരുടെ ഡിസിഷൻസ് ആകാം, അല്ലെങ്കിൽ മറ്റാൾക്കാരുടെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇടപെടലുകളാകാം. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ മറ്റാൾക്കാരുടെ ജീവിതമാണ് ജീവിക്കുന്നത്. സോ അവിടെ ഒരു ബ്രേക്കേജ് ആണ് ഉണ്ടാകാൻ പോകുന്നത്. ഒരു ഹ്യൂജ് 180 ഡിഗ്രി ചേഞ്ച് വരാൻ പോകുകയാണ്. ബിക്കോസ് നൗ പ്ലീസ് ലെറ്റ് മീ ടെൽ യു, എല്ലാവർക്കും ഈ റീഡിംഗ് റെസനേറ്റ് ആകില്ല. ഓക്കെ, ചില പ്രേക്ഷകർ എല്ലാ റീഡിങ്സിനെയും അതേപോലെ എടുക്കാറുണ്ട്. നിങ്ങൾക്ക് ശരിയാവുന്ന റീഡിങ്സ് മാത്രം എടുക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജസ് മാത്രം എടുക്കുക. ഓക്കെ, എല്ലാ മെസ്സേജസും എല്ലാവർക്കും റെസനേറ്റ് ആകില്ല. ഓട്ടോമാറ്റിക്കലി പ്രേക്ഷകർ മെസ്സേജസ് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഈ മെസ്സേജ് എനിക്കുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ദ ടാരോ എന്ന ചാനലിൽ ലോർഡ് ശിവ ബ്ലെസ്സിങ് ഈ ഒരു മാസം എന്താണ് പ്രേക്ഷകർക്ക് ലഭിക്കാൻ പോകുന്നത് അവിടെ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. ഓക്കെ, വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. എവിടെ പ്രേക്ഷകർക്ക് ആ ഒരു ബന്ധനം ഫീൽ ചെയ്തിരുന്നോ, എവിടെ പ്രേക്ഷകർക്ക് ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്തിരുന്നോ, എവിടെ പ്രേക്ഷകർക്ക് തോന്നിയിരുന്നോ ദാറ്റ് എല്ലാ രീതിയിലും ലൈഫ് ഒന്നും ഇല്ലാതായി പോയി, അവിടെ ഒരു സന്തോഷം, ഒരു സമാധാനം, ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ്. ഓക്കെ, ഈ ഒരു ചേഞ്ച് പെതുക്കെ വരുന്നതല്ല, പെട്ടെന്ന് വരുന്ന ചേഞ്ചാണ്. സോ പെട്ടെന്ന് ഒരു മൂവ്മെൻ്റ് ആയിരിക്കാം. ചില പ്രേക്ഷകർ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് മാറിപ്പോകുന്നതാകാം, അത് താമസിക്കുന്ന വീടാകാം, സ്ഥലമാകാം, ഈവൻ സ്റ്റേറ്റ് ഓർ കൺട്രി ആകാം.
ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലേറെ ചേഞ്ചസ് വരുന്നതാകാം. സോ ചില പ്രേക്ഷകർ ഹീലിംഗ് ഓപ്റ്റ് ചെയ്യുന്നതാകാം. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ഹീലിംഗ് നിങ്ങളൊരു പ്രാക്ടീഷണറുടെ കയ്യിൽ നിന്ന് ഹീലിംഗ് എടുക്കുന്നുണ്ടാകാം. അതും നിങ്ങൾക്കൊരു ഡിഫറൻസ് കൊണ്ടുവരുന്നതാണ്. പക്ഷേ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ ഹീലിംഗ് നടക്കുന്നത് നിങ്ങളുടെ സെൽഫിലാണ്. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങൾ ഇതുവരെ എങ്ങനെയാണോ ആൾക്കാരുടെ മുമ്പിൽ നിങ്ങളുടെ പ്രതിച്ഛായ കാണിച്ചിരുന്നത് അവിടെ ഏറെ മാറ്റങ്ങൾ വരികയാണ്. ഓക്കെ, എവിടെ പ്രേക്ഷകർ ചൂസ് ചെയ്തിരുന്നോ ദാറ്റ് ഇവർ പറയുന്നത് ഞാൻ കേൾക്കും, അവർ പറയുന്നത് ഞാൻ കേൾക്കും, അവിടെ മാറ്റം വരികയാണ്. ഓക്കെ, ഇനി പ്രേക്ഷകർക്ക് വേണ്ട രീതിയിൽ പ്രേക്ഷകർ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ആൻഡ് അതിനുള്ള കാര്യങ്ങൾ പ്രേക്ഷകർ തന്നെ ചെയ്തു തുടങ്ങുന്നതാണ്. ആൻഡ് അവിടെ റിലേഷൻഷിപ്പിൽ ഹീലിംഗ് ഉണ്ടാകുന്നതാണ്. ഇവിടെ ഹീലിംഗ് എന്ന് പറയുമ്പോൾ പല ബ്രേക്കേജസും ഉണ്ടാകുന്നതാണ്. ദാറ്റ് ഈസ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ ശരിയാവാത്ത ആൾക്കാരെ പ്രേക്ഷകർ എടുത്ത് കളയുന്നതാണ്, ഇനി എത്ര ബുദ്ധിമുട്ടുണ്ടായാൽ പോലും. ഓക്കെ, ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, സ്പെസിഫിക്കലി ഏതൊക്കെ പ്രേക്ഷകർക്ക് റിലേഷൻഷിപ്പ് ഹീലിംഗ് വേണമെന്നുണ്ട് ആൻഡ് നിങ്ങൾ ഏറെ ഹീലിംഗ് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്, സ്വിച്ച് വേർഡ്സ് പറയുന്നുണ്ട്, ഓക്കെ, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ശരിയാവാത്ത ആളിനെ എനർജറ്റിക്കലി ആസ് വെൽ ആസ് ഫിസിക്കലി നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ എടുത്ത് മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ എനർജി അപ്പോഴും ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ആ എനർജി നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ തന്നെ ഉണ്ട്. ഓക്കെ, സോ ആ എനർജിയുടെ നെഗറ്റീവ് എഫക്റ്റ് എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അൺലെസ് ആൻഡ് അൺടിൽ പ്രേക്ഷകർ ആ ഒരു ഡിസിഷൻ എടുത്താൽ മാത്രമേ അവിടെ ആ ഡിസിഷനിൽ ഒരു നല്ല ബ്ലെസ്സിങ് വരികയുള്ളൂ. സോ ചില പ്രേക്ഷകർക്ക് കട്ട് ഓഫാണ്, ചിലർക്ക് ഫിസിക്കലി കട്ട് ചെയ്യാൻ പറ്റും, ഫിസിക്കലി ഒരാളെ ലൈഫിൽ നിന്ന് മാറ്റാൻ പറ്റാത്തവർ എനർജറ്റിക്കലി മാറ്റും. എനർജറ്റിക്കലി നിങ്ങൾക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? ലൈക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഏത് ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് തരുന്നത്, പെർട്ടിക്കുലർലി പാർട്ട്ണർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവരുടെ ഓർമ്മകളെ കട്ട് ഓഫ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, സോ ഫോട്ടോസ് മാറ്റുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം കാണുമ്പോൾ നിങ്ങൾക്ക് ആ വിഷമം ഓർമ്മ വരികയാണെങ്കിൽ അത് മാറ്റി വെക്കുക. ഓക്കെ, സോ നിങ്ങളത് ചെയ്യുന്നുണ്ട്, പ്രേക്ഷകർ അത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറെ വാങ്ങിക്കാൻ തുടങ്ങുന്നുണ്ട്. ബിക്കോസ് എവിടെയോ പ്രേക്ഷകർ അതും നിർത്തിയിരുന്നു. ഓക്കെ, സോ അതും ഹീലിംഗ് പുറപ്പെടുപ്പിക്കുകയാണ്. ദാറ്റ് ഈസ് നിങ്ങളുടെ ജീവിതത്തിൽ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, റെഡ് കളർ ആണ്. സോ അബണ്ടൻസ് ഏറെ വരുന്നുണ്ട്. സോ ശ്രീ ലോർഡ് ഗണേശ ദേവനെ പ്രാർത്ഥിക്കുന്ന പ്രേക്ഷകർ ഏറെ ഈ ഗ്രൂപ്പിലുണ്ട്. ഓക്കെ, സോ അബണ്ടൻസ് ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. ആൻഡ് സൗന്ദര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ ഒരു മാസം. സോ ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കാൻ, ഓക്കെ, അത് ബ്യൂട്ടി, ഫേസ് റിലേറ്റഡ്, ഹെയർ റിലേറ്റഡ്, ഹൈറ്റ്, ഓക്കെ, അവിടെയൊക്കെ നിങ്ങൾ ഇത്തിരി ശ്രദ്ധ ഈ ഒരു മാസം കൊടുക്കുന്നതാണ്. അതും നിങ്ങളുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ റിക്കവർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, സോ ഇവിടെ കൂടുതലും വാട്ട് വി സേ ഫിസിക്കൽ ഹീലിംഗ് ആണ് കാണുന്നത്. 2 of Swords and 7 of Cups ആണ് ഈ ഒരു മാസം കഴിയുമ്പോഴത്തേക്കിന്. ഓക്കെ, സോ ലാസ്റ്റ് ഡേ കഴിയുമ്പോഴത്തേക്കിന് പ്രേക്ഷകർ വളരെ ഷാർപ്പ് മൈൻഡ് ആയി മാറുന്നതാണ്. ഓക്കെ, ആൻഡ് ഇത് പലർക്കും ഇഷ്ടപ്പെടുകയില്ല. പെർട്ടിക്കുലർലി പ്രേക്ഷകരുടെ പാർട്ട്നേഴ്സ്, ചില പാർട്ട്നേഴ്സ്, ഏതൊക്കെ പാർട്ട്നേഴ്സ് ജെലസ് പാർട്ട്നേഴ്സ് ആണോ ഉള്ളത് അവർക്ക് അത് ഇഷ്ടപ്പെടുന്നതല്ല. ഓക്കെ, പക്ഷേ നിങ്ങളുടെ ഈ ഒരു വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ മൈൻഡ് വളരെ ഷാർപ്പായി മാറുന്നതാണ്. ഓക്കെ, ഈ ഷാർപ്നെസ്സിൽ ഹാർഷ് വേർഡ്സ് ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, എത്ര ദേഷ്യം വന്നാലും, എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ഒത്തുചേർന്ന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഹാർഷ് വേർഡ്സ് അധികം യൂസ് ചെയ്യാതിരിക്കുക. 7 of Cups ആൻഡ് 8 of Wands ആണ് പ്രേക്ഷകർക്ക് ഏറെ ഇതിനെ ജസ്റ്റ് ഒരു സിമ്പിൾ മൈൻഡ് അല്ലെങ്കിൽ ഓപ്പൺ മൈൻഡോട് കേൾക്കുക. പ്രേക്ഷകർക്ക് സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ഏറെ ഉണ്ടാകുന്നതാണ്. സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ സ്വപ്നത്തിൽ നിങ്ങൾക്ക് പല അനുഭവങ്ങൾ, ഓക്കെ, ഔട്ട്വേർഡ്ലി അനുഭവങ്ങൾ ഉണ്ടാകാം ചില പ്രേക്ഷകർക്ക്. ഓക്കെ, ചില പ്രേക്ഷകർക്ക് അവരുടെ ആൻസസ്റ്റേഴ്സ് വിസിറ്റ് ചെയ്യുന്നത് അറിയാൻ പറ്റുന്നതാണ്. ചില പ്രേക്ഷകർക്ക്
അവരുടെ പാസ്റ്റ് ലൈഫിൽ അവരെന്തായിരുന്നു എന്നത് അറിയാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ സ്പിരിച്വൽ അവേക്നിങ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ സ്പിരിച്വൽ പ്രസൻസ് പ്രേക്ഷകരുടെ ലൈഫിൽ ഏറെ ഉണ്ടാകുന്നതാണ്. പെർട്ടിക്കുലർലി ഇൻ ടേംസ് ഓഫ് സ്പിരിറ്റ് ഗൈഡ്സ്. ഏതൊക്കെ പ്രേക്ഷകർ സ്പിരിറ്റ് ഗൈഡ്സിനെ അംഗീകരിക്കുന്നു, ഓക്കെ, ഏതൊക്കെ പ്രേക്ഷകർ ബിലീവ് ചെയ്യുന്നു ദാറ്റ് സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ട്, ഓക്കെ, അവരുടെ ലൈഫിൽ അവർക്ക് സ്പിരിറ്റ് ഗൈഡ്സിനെ കാണാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കണക്ഷൻ നിങ്ങളുടെ സ്ട്രോങ് ആകുന്നതാണ്. 8 ഓഫ് വൺസ് ആണ് പറയുന്നത്, പ്രേക്ഷകരോട് പറയുന്നത് ഓപ്പൺ ഇൻ ദി എയർ. ദാറ്റ് ഈസ്, നിങ്ങൾ എന്ത് പറയുന്നു വളരെ വ്യക്തമായി ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഔട്ട്, അത് പറയൂ. ഓക്കെ, ഓപ്പൺലി പറയൂ. നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് എല്ലാം കേൾക്കുന്നുണ്ട്. നിങ്ങൾ എവിടെ ഇരിക്കുന്നു, നിങ്ങൾക്ക് എന്ത് വിഷമമാണുള്ളത്, അല്ലെങ്കിൽ എന്ത് ഹെൽപ്പാണ് വേണ്ടത്, ജസ്റ്റ് പറയൂ ദാറ്റ് സ്പിരിറ്റ് ഗൈഡ്സ് എനിക്ക് ഈ ഒരു കാര്യമാണ് വേണ്ടത്, ഓക്കെ, അല്ലെങ്കിൽ ഏഞ്ചൽസ് ഞാൻ ഈ ഒരു കാര്യത്തിലാണ് സ്റ്റക്നെസ് അനുഭവിക്കുന്നത്, പ്ലീസ് എനിക്ക് വഴികാട്ടിത്തരൂ. ഓക്കെ, സോ ഓപ്പൺലി നിങ്ങൾ പറയുക, വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ പറയുക, വിത്തൗട്ട് എനി റിച്വൽ ഫോർമാലിറ്റീസ് ഇല്ലാതെ നിങ്ങളുടെ കാര്യങ്ങൾ പറയുക. അവിടെയാണ് നിങ്ങളുടെ ഹീലിംഗ് കൊണ്ടുവരുന്നത്. സോ ഐ തിങ്ക് ഈ ഒരു ഗ്രൂപ്പിൽ കൂടുതലും ഫിസിക്കൽ ഹീലിംഗ് ആൻഡ് സ്പിരിച്വൽ ഹീലിംഗ് ആണ് നടക്കുന്നത്. ആൻഡ് അതാണ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്യുന്നത്. സോ ഈ ഒരു ഗ്രൂപ്പിലെ പ്രേക്ഷകർക്ക് റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ അത് 10 to 20% ഈ ഒരു ജന്മത്തിലെയാണ്. ആൻഡ് ബാക്കി നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ജന്മത്തിൽ നിന്ന് വന്ന ചില കാമിക് കോഡ് കണക്ഷൻസ് ആകാം, ചില ഡെപ്ത്സ് ആകാം. ഓക്കെ, അതാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ഓക്കെ, ആസ് വെൽ എപ്പോൾ പ്രേക്ഷകരുടെ ഗ്രൂപ്പിനെ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, അവിടെ റിലേഷൻഷിപ്പിൽ ഹീലിങ്സ് വന്ന് തുടങ്ങുന്നതാണ്. ദാറ്റ് ഈസ്, ഒരു റിലേഷൻഷിപ്പിന് മാത്രം ഫോക്കസ് ചെയ്യാതെ മറ്റ് റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ വൈഡ് ഓപ്പൺ ആയിട്ട് ഫ്രണ്ട്സിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്യുകയാണ്. പേജ് ഓഫ് വോൺസ് ആണ് വന്നത്. പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങളുടെ കയ്യിലൊരു സ്കിൽ ഉണ്ട്. ഓക്കെ, സോ മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു ഗ്രൂപ്പിലെ പ്രേക്ഷകർ സ്പിരിച്വലി വളരെ അവേക്കൻഡ് ആണ്. അതുപോലെ തന്നെ സ്പിരിച്വലി ഏറെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. സോ നിങ്ങൾ സ്പിരിച്വൽ ലൈഫ് കോച്ച് ആകാം, ഹീലേഴ്സ് ആകാം, ടാരോ കാർഡ് റീഡേഴ്സ് ആകാം, പാം നോക്കുന്ന പാം ആസ്ട്രോളജി നോക്കുന്ന ആകാം, വേദിക് ആസ്ട്രോളജി നോക്കുന്നവരാകാം. സോ നിങ്ങൾ സ്പിരിച്വൽ ലെവൽ ഏറെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഈവൻ ആകാശിക് റെക്കോർഡ്സും കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നിങ്ങളുടെ സ്പിരിച്വാലിറ്റി, നിങ്ങളുടെ ആ ഒരു സ്കിൽ, ഏത് സ്കില്ലാണോ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് വരുന്നത് ആ സ്കില്ലിനെ ഒന്നും കൂടി വലുതാക്കും. ഓക്കെ, ബിക്കോസ് എവിടെ നിങ്ങളുടെ സ്പിരിച്വൽ സ്കിൽ വലുതാകുന്നു അത്രയും റിലേഷൻഷിപ്പിലെ ഹീലിംഗ് നടക്കുന്നതാണ്. എന്നാൽ ദ ഡെവിൽ കാർഡ് ആണ് വന്നത്. ഓക്കെ, സോ എവിടെയോ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ്, ഓക്കെ, പാസ്റ്റ് ലൈഫ് കാമിക് ഡെപ്ത്സ് എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഒരു റോൾ പ്ലേ ചെയ്യുന്നതാണ്. സോ എത്ര നിങ്ങളുടെ സ്പിരിച്വൽ സൈഡ് സ്ട്രോങ് ആകുന്നു അത്രയും നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കാമിക് ഡെപ്ത്സ് കുറഞ്ഞു വരും. എത്ര നിങ്ങളുടെ സ്പിരിച്വൽ സൈഡ് കുറയുന്നു അത്രയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് കൂടി വരും. ഓക്കെ, സോ അവിടെ ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. നൈറ്റ് ഓഫ് സ്വോർഡ് ആണ് വന്നത്. പ്രേക്ഷകർക്ക് പഠിക്കാനാണ് പറയുന്നത്. ദാറ്റ് ഈസ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും, പക്ഷേ മൈറ്റ് ബി നിങ്ങളുടെ കയ്യിൽ സമയം ഉണ്ടാകില്ല, ഓർ നിങ്ങൾ കോഴ്സസ് എടുത്താൽ നിങ്ങൾ പഠിക്കില്ല. ഓക്കെ, ബട്ട് ഇവിടെ പറയുന്നത് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, നോ മാറ്റർ വാട്ട്, ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ പറ്റില്ല, ഹൂ നോസ് 2 വർഷം കഴിഞ്ഞ് അതേ സെക്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ആ ബുക്സ് നിങ്ങളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മാറ്റർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതായിരിക്കാം. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ഡു നോട്ട് സ്റ്റോപ്പ് ചെയ്യാതിരിക്കൂ. നിങ്ങളുടെ ആഗ്രഹത്തെ സ്റ്റോപ്പ് ചെയ്യാതിരിക്കൂ. പഠിക്കാനുള്ള ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ പുതിയ കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട്, പുതിയ ബിസിനസ് ട്രൈ ചെയ്യാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ പുതിയ റിലേഷൻഷിപ്പ് ട്രൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഗോ എഹെഡ്. ബിക്കോസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇഷ്യൂസ് ഹീൽ ആവണമെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി ഹീൽ ആകണം. നിങ്ങൾ സ്പിരിച്വലി ഹൈ പവറിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കണം എന്നതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു മാസം പ്രേക്ഷകർ പറയേണ്ട അഫർമേഷനാണ്, വെൻ ഐ ഫീൽ ബ്ലോക്ക്ഡ് ഇമോഷണലി, ഡിസ്ട്രെസ്ഡ് ഓർ ഓവർവെൽംഡ്, ഐ ടേൺ ടു മൈ ബ്രെത്ത്. ഓക്കെ,
സോ ഇതൊരു അഫർമേഷനായിട്ട് പറയാം, ഓർ ഇതൊരു അഡ്വൈസായിട്ട് എടുക്കാം. എപ്പോഴൊക്കെ ഇമോഷണലി ബ്ലോക്ക് തോന്നുന്നു, എപ്പോഴൊക്കെ ഒരു കാര്യം ചെയ്യാൻ പ്രേക്ഷകർക്ക് പറ്റുന്നില്ല, പ്രേക്ഷകർ ചെയ്യേണ്ടത് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് എക്സസൈസ് ആണ്. ഓക്കെ, അത് ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യൂ, ഗൈഡഡ് അല്ലാത്ത മെഡിറ്റേഷൻ ചെയ്യൂ, ബട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യൂ. ഓക്കെ, ഐ ഡിഷ് ഔട്ട് കോംപ്ലിമെൻറ്റ് സിൻസിയർലി ആൻഡ് ലിബറലി. ഓക്കെ, ഇത് പ്രേക്ഷകരുടെ അഫർമേഷൻ ആണ്. ഞാൻ എല്ലാ കോംപ്ലിമെൻസും വളരെ സിൻസിയർലി ആണ് എടുക്കുന്നത്. ഓക്കെ, സിൻസിയർലി ആണ് എടുക്കുന്നത് ആൻഡ് എൻ്റെ എനർജിയെ ഞാൻ ഗ്രൗണ്ട് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഐ ഷെയർ മൈ ലൈറ്റ് വിത്ത് ദ വേൾഡ്. ഇത് ഈ ഒരു അഫർമേഷൻ എപ്പോഴും പറയൂ, 11 ടൈംസ് ഇൻ ദ മോർണിംഗ്, 11 ടൈംസ് അറ്റ് നൈറ്റ്. ഓക്കെ, എൻ്റെ ലൈറ്റ്, എൻ്റെ നോളജ് ഞാൻ വേൾഡിലേക്ക് സമർപ്പിക്കുന്നു. ഓക്കെ, എൻ്റെ നോളജ് ഞാൻ പകർത്തി കൊടുക്കുന്നു. ഇത് എപ്പോഴും പറയുക. ഇത് ഏറെ ബെനിഫിറ്റ്സ് പ്രേക്ഷകരുടെ ലൈഫിൽ കൊണ്ടുവരുന്നതാണ്. ഈവൻ ദോ പ്രേക്ഷകർ മറ്റാൾക്കാർക്കൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും സ്പിരിച്വൽ ലെവലിൽ വളരെയധികം ഈ ഒരു മാസം, ഓഗസ്റ്റ് മാസം കഴിയുമ്പോഴത്തേക്കിന് സ്പിരിച്വലി പ്രേക്ഷകർ ഏറെ വളർന്ന് കഴിയുന്നതാണ്. ഓക്കെ, ഡ്രാസ്റ്റിക് ചേഞ്ചസ് പ്രേക്ഷകരുടെ ലൈഫിൽ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ ഗായ്സ്, സോ ഇതാണ് പ്രേക്ഷകരുടെ റീഡിങ്. ഐ റിയലി ഹോപ്പ് പ്രേക്ഷകരുടെ റിലേഷൻഷിപ്പ് പെട്ടെന്ന് തന്നെ ഹീലാകട്ടെ, പ്രേക്ഷകരുടെ സ്പിരിച്വൽ റെലം വളരെ സ്ട്രോങ് ആകട്ടെ, ആൻഡ് ഫിസിക്കലി എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ അതൊക്കെ ഇല്ലാതാകട്ടെ. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സ് ബുക്ക് ചെയ്യാനുള്ള നമ്പർ ആൻഡ് സെയിൽസ് ടീമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഇതേ ചാനലിൽ പ്രോഡക്ട്സിൻ്റെ ഒരു പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.